രാവിലെ സമയം നമുക്ക് വീണ്ടും ദൈവവചനത്തിന് മുമ്പാകെ ആയിരിക്കാൻ ഈ പകൽക്കാലം കർത്താവ് ഇടയാക്കിയതേക്കാട്ടും നന്ദിയോടെ സ്തുതിക്കുന്നു. നമ്മൾ റോമാലേഖനം അതിൻ്റെ 9 അധ്യായങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നമുക്ക് ഒരുമിച്ച് ചിന്തിക്കാനായിട്ട് കർത്താവ് നമ്മളെ സഹായിച്ചു. വലിയ ദൈവിക ആലോചനകൾ അത് നിമിത്തം നമുക്ക് പഠിക്കാനും ഗ്രഹിപ്പാനും കർത്താവ് സഹായിച്ചു. കർത്താവിൻ്റെ ദാസൻ അതിന് ഇന്ന് ഉള്ള ഭാഗത്തിന് ഒരു മുഖവരയായിട്ട് അതിൻ്റെ ഔട്ട്ലൈൻ അദ്ദേഹം വിവരിച്ചല്ലോ. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ചിന്തിച്ച കാര്യങ്ങൾ ഓൾറെഡി അദ്ദേഹം പറഞ്ഞു. എന്നാലും ഞാനൊന്ന് കണക്ട് ചെയ്യാൻ വേണ്ടി മാത്രം പറയുക. ദൈവം യഹൂദന്മാരെ മാത്രമല്ല, ദൈവം ജാതികളെയും കൂടെ രക്ഷിക്കുകയും വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ ജാതികളെ ദൈവം നീതീകരിക്കുകയും അങ്ങനെ നീതീകരിക്കപ്പെട്ട ഒരു നിലയിലേക്ക് ദൈവം കൊണ്ടുവന്നതിൽ ദൈവം എന്തെങ്കിലും അനീതി ചെയ്തിട്ടുണ്ടോ? ദൈവം ഒരു അനീതിയും ചെയ്തിട്ടില്ല. കാരണം ദൈവം അബ്രഹാമിന് കൊടുത്ത അനുഗ്രഹം എന്ന് പറയുന്നത് അത് സന്തതി പരമ്പരകളായിട്ട് ജഡപ്രകാരം അനുഭവിക്കാൻ കഴിയുന്ന ഒരു വാഗ്ദത്തമല്ല, മറിച്ച് വിശ്വസിക്കുന്നവർക്ക് ലഭിക്കുന്ന നീതിയാണ് അത് എന്ന് വ്യക്തമാക്കുകയും അത് ഇതിൻ്റെ 3-ാം അധ്യായം 4-ാം അധ്യായം ഈ ലേഖനത്തിൻ്റെ 3-ാം അധ്യായത്തിൽ 4-ാം അധ്യായത്തിൽ നമ്മൾ അത് കണ്ടു. അത് തന്നെ ഒരു പ്രാവശ്യം കൂടെ ഈ 9-ാം അധ്യായത്തിൽ വീണ്ടും വളരെ അടിവരയിട്ട് വളരെ എംഫാറ്റിക്കായിട്ട് വളരെ അതിനെ ഇമ്പോർട്ടൻസ് കൊടുത്തോണ്ട് പിന്നെയും അത് തന്നെ പറയുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നത് പോലെ അത് ദൈവത്തിൻ്റെ കാര്യങ്ങളെ എല്ലാം ഓൾറെഡി തീരുമാനിച്ചുറപ്പിച്ചു വെച്ചു എന്നുള്ള ഒരു നിലയിലല്ല പറഞ്ഞേക്കുന്നത്. മറിച്ച് കർത്താവിൻ്റെ വിളി അത് കേവലം ജഡപ്രകാരമുള്ള ഒരു സക്സഷനിൽ അല്ലെങ്കിൽ ജഡപ്രകാരമുള്ള ഒരു പിന്തുടർച്ചാവകാശമായിട്ട് എല്ലാവർക്കും ആ ഇസ്രായേൽ ഗോത്രത്തിൽ ജനിച്ചു എന്നുള്ള ഒരു സത്യം കൊണ്ട് മാത്രം ലഭിക്കുന്നതല്ല, മറിച്ച് അബ്രഹാമിന്റെ വിശ്വാസം പിന്തുടരുന്നവരായിട്ടുള്ള എല്ലാവർക്കും, അത് യഹൂദന്മാരാകട്ടെ ജാതികളാകട്ടെ, എല്ലാവർക്കും വേണ്ടി ദൈവം വെച്ചിരിക്കുന്ന ഒരു അനുഭവമാണ് എന്നുള്ളതാണ് നമുക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ നമുക്ക് ചിന്തിക്കാനായിട്ട് കഴിഞ്ഞത്. അതുകൊണ്ട് ഈ രക്ഷ ഇന്ന് എല്ലാവർക്കും ബാധകവും എല്ലാവർക്കും ലഭ്യവുമാണ്. അതിന് യഹൂദനെന്നോ യവനനെന്നോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വേർതിരിവ് അവിടെ ഇല്ല. വിശ്വസിക്കുന്ന ഏവനും തൻ്റെ രക്തമുഖാന്തരം പ്രായശ്ചിത്തമാകുവാൻ ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു എന്ന് നമ്മൾ ദൈവത്തിന്റെ വചനത്തിൽ നമ്മൾ കാണുന്നു. നമ്മൾ അത് 10-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ അതിന്റെ ആദ്യ ഭാഗങ്ങളിൽ 9-ാം അധ്യായത്തിന്റെ അവസാനത്തിൽ തന്നെ നമ്മൾ കാണുന്നു, ഇസ്രായേൽ ദൈവത്തിന്റെ വിശ്വാസത്താലുള്ള നീതി തള്ളിക്കളഞ്ഞിട്ട് അവര് പ്രവർത്തികളാൽ ദൈവത്തെ അന്വേഷിച്ചു എന്നുള്ള ഒരു സത്യമാണ് നമുക്ക് വെളിപ്പെടുത്തി തന്നത്. അതുകൊണ്ട് തന്നെ അവർ ഇടർച്ചക്കല്ലിന്മേൽ തട്ടി എന്ന് അവിടെ നമ്മൾ വായിക്കുന്നു. ഇന്നും അവർ പരിശ്രമിക്കുന്നത് അതേ രീതിയിൽ തന്നെയാണ് അവർ പരിശ്രമിക്കുന്നത്. ആ രീതിയിൽ തന്നെ അവർ മുന്നോട്ട് പോകുന്നത് കൊണ്ട് വിശ്വാസത്തിന്റെ വചനം ഏറ്റെടുത്ത് രക്ഷയുടെ അനുഭവത്തിലേക്ക് വരാനായിട്ട് അവർക്ക് സാധിക്കുന്നില്ല. ഇന്നും അവർ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ആ ന്യായപ്രമാണ പ്രകാരം ദൈവത്തെ പ്രസാദിപ്പിക്കാനും അതനുസരിച്ച് നീതീകരിക്കപ്പെടുവാനും ഉള്ള ഒരു ആഗ്രഹത്തിൽ അവർ ഇന്നും മുന്നോട്ട് പോകുന്നത് കൊണ്ട് ദൈവത്തിന്റെ ഉദ്ദേശത്തിലേക്ക് അവരെത്തുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യം അവിടെ വെളിപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അതിന്റെ 32-ാം വാക്യം 9-ാം അധ്യായം 32-ാം വാക്യത്തിൽ നമ്മൾ 30, 32 വാക്യങ്ങളിൽ നമ്മൾ കാണുന്നു, ആകയാൽ എന്ത് പറയേണ്ടു? നീതിയെ പിന്തുടരാത്ത ജാതികൾ നീതി പ്രാപിച്ചു, വിശ്വാസത്താലുള്ള നീതി തന്നെ. നീതിയുടെ പ്രമാണം പിന്തുടർന്ന ഇസ്രായേലോ ആ പ്രമാണത്തിങ്കൽ എത്തിയില്ല. അതെന്തുകൊണ്ട്? വിശ്വാസത്താലല്ല, പ്രവർത്തികളാൽ അന്വേഷിച്ചുകൊണ്ട് തന്നെ അവർ ഇറച്ചക്കല്ലിന്മേൽ തട്ടി. ഇതാ ഞാൻ സിയോനിൽ ഒരു ഇറച്ചക്കല്ലും തടങ്ങൽപ്പാറയും വെക്കുന്നു, അവന് വിശ്വസിക്കുന്നവൻ നശിച്ചു പോകുകയില്ല എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. നമുക്കറിയാം, നമ്മളിപ്പം വിശ്വാസികളാണ് എന്ന് നമ്മൾ പറഞ്ഞാലും ഒരു ആവറേജ് വിശ്വാസിയോട് നമ്മളിപ്പോൾ ചോദിക്കുക, രക്ഷിക്കപ്പെട്ടതാണോ? അതെ, രക്ഷിക്കപ്പെട്ടതാ. ഇന്ന് സ്വർഗത്തിൽ പോകുന്ന അല്ലെങ്കിൽ ദൈവസന്നിധിയിലേക്ക് പോകുമെന്നുള്ള ഉറപ്പുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ പെട്ടെന്ന് ആൾക്കാർ ചിന്തിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്വർഗത്തിൽ പോകാൻ തക്കവണ്ണമുള്ള ഒരു ജീവിതമാണോ ജീവിക്കുന്നത്, അതിനുള്ള സ്റ്റാൻഡേർഡ് ഉണ്ടോ എന്നുള്ള ഒരു നിലയിൽ ആ ചോദ്യം എന്ന് തെറ്റിദ്ധരിച്ചിട്ട് പെട്ടെന്നൊന്ന് പരിങ്ങി പോകാനായിട്ട് ഇടയായിട്ട് തീരും. എന്നാൽ ഈ വിശ്വാസത്താലുള്ള നീതി എന്ന് പറയുന്നത് എന്താണ് എന്ന് മനസ്സിലാക്കാത്തത് കൊണ്ടാണ് പഴയ നിയമത്തിൽ മാത്രമല്ല ഇന്ന് ക്രിസ്തീയ സഭകൾ പോലും അവർക്ക് ഈ രക്ഷയുടെ വഴി എന്താണ് എന്ന് ഗ്രഹിക്കുന്നില്ല എന്നുള്ളതാ സത്യം. അപ്പോൾ
പഴയ നിയമത്തിലും ഹൈലൈറ്റ് ചെയ്യപ്പെടാനായിട്ട് ദൈവം ആഗ്രഹിച്ച വിഷയം നമ്മൾ യെശയ്യാ പ്രവചനത്തിൽ നമ്മൾ വായിക്കുന്നു. അതിന്റെ 55-ാം അധ്യായത്തിൽ ദ്രവ്യം ഇല്ലാത്തവരായുള്ളവരെ നിങ്ങൾ വന്ന് സൗജന്യമായി വാങ്ങുവിൻ എന്നൊക്കെ പറഞ്ഞ് ഉള്ള ആഹ്വാനം നമുക്ക് അവിടെ കാണാനായിട്ട് കഴിയും. ദൈവത്തിന്റെ വചനത്തിൽ പല ഭാഗങ്ങളിൽ നമുക്ക് വചനത്തിൽ കാണാനായിട്ട് കഴിയുന്നത് കർത്താവ് നമ്മളെ നീതീകരിക്കാൻ ആഗ്രഹിക്കുന്നത് സൗജന്യമായിട്ട് നീതീകരിക്കാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ പലപ്പോഴും സൂപ്പർഫിഷ്യലായിട്ട് നോക്കുമ്പം പലപ്പോഴും ചില പ്രമാണങ്ങളും കൽപ്പനകളും ഒക്കെ നൽകപ്പെട്ടിരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും. ദൈവത്തിന്റെ വചനത്തിൽ നമ്മൾ വായിക്കുമ്പോൾ ദൈവം അബ്രഹാമിനെ തെരഞ്ഞെടുക്കുമ്പോൾ തന്നെ അവന് വിശ്വാസത്താലുള്ള നീതീകരണത്തെ സംബന്ധിച്ച് ഉള്ളൊരു വാഗ്ദത്തമാണ് കൊടുക്കുന്നത്. നിന്റെ സന്തതി മുഖാന്തരം സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും എന്ന്. സന്തതികൾ എന്ന് അനേകരെ കുറിച്ചല്ല, സന്തതി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ സന്തതി ക്രിസ്തു ആയിരുന്നു എന്നുള്ള സത്യം അവിടെ വെളിപ്പെടുത്തിയതായിട്ട് പൗലോസ്ലിയ ഗലാത്യർക്ക് എഴുതുന്ന ലേഖനത്തിൽ പറയുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ദൈവത്തിന്റെ വചനത്തിൽ ആരോ പറഞ്ഞിട്ടുണ്ട്, ഏത് ഭാഗം എടുത്ത് വ്യാഖ്യാനിച്ചാലും അവിടുന്ന് ഒരു ശരീരത്തിന്റെ ഏത് ഭാഗത്ത് മുറിവുണ്ടായാലും രക്തം വരുന്നത് പോലെ ദൈവവചനത്തിന്റെ ഏത് ഭാഗം എടുത്ത് വ്യാഖ്യാനിച്ചാലും അവിടുന്ന് വരുന്ന സംഗതി ക്രിസ്തു എന്നുള്ള ഒരു വെളിപ്പാടാണ് എന്ന് പറയാനിടയായി തീർന്നിട്ടുണ്ട്. അത് പഴയ നിയമമാകട്ടെ പുതിയ നിയമമാകട്ടെ സങ്കീർത്തനങ്ങളാകട്ടെ പ്രവാചകന്മാരാകട്ടെ ഏത് ഭാഗത്തുനിന്ന് നമ്മൾ ദൈവത്തിന്റെ വചനത്തെ ആത്മാർത്ഥമായിട്ട് എടുത്ത് വ്യാഖ്യാനിച്ചാലും ഒരു വ്യക്തി ആത്യന്തികമായിട്ട് ക്രിസ്തുവിൽ എത്തിച്ചേരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പഴയ നിയമത്തിൽ എന്നാൽ ചെറുതായിട്ട് അത് മറഞ്ഞു കിടന്നിരുന്ന നിലയിൽ വരികൾക്കിടയിൽ കൂടെ വായിക്കുമ്പോൾ യഥാർത്ഥമായിട്ട് ദൈവത്തെ പ്രമാണപ്രകാരം അന്വേഷിക്കുമ്പോൾ അതവർക്ക് സാധിക്കുന്നില്ല എന്നും അങ്ങനെ അവർ ദൈവത്തിൽ ആശ്രയിച്ചു കഴിയുമ്പോൾ അവന് ക്രിസ്തുവിനെ കുറിച്ചുള്ള വെളിപ്പാട് നൽകി ആത്യന്തികമായിട്ട് ക്രിസ്തുവിലേക്ക് നടത്തപ്പെടാൻ തന്നെയാണ് ആഗ്രഹിച്ചത് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. പഴയ നിയമത്തിലെ ഭാഗങ്ങളിലൊക്കെ നമ്മൾ കാണുന്നുണ്ട്, ഒരു ഇടയനെ കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. എന്നാൽ കർത്താവ് പറഞ്ഞു, ഞാനാണ് യഥാർത്ഥ ഇടയൻ. എന്താണ് ഈ ഇടയന്മാർക്ക് അല്ലെങ്കിൽ പുരോഹിതന്മാർക്ക് അല്ലെങ്കിൽ ഈ പ്രവാചകന്മാർക്കൊക്കെ പറ്റിപ്പോയ പ്രശ്നം എന്ന് പലപ്പോഴും നമ്മൾ ചിന്തിക്കുമ്പോൾ അവർക്ക് ഈ പ്രമാണങ്ങൾ ആ കട്ടിയായിട്ടും അതല്ലെങ്കിൽ ഒരുപക്ഷെ പ്രമാണത്തിൽ പറഞ്ഞേക്കുന്നതിനേക്കാളും കട്ടിയായിട്ട് നമ്മൾ കഴിഞ്ഞ ദിവസം ലൂക്കോസിന്റെ സുവിശേഷം ധ്യാനിച്ചുകൊണ്ടിരിക്കുവായിരുന്നല്ലോ. കർത്താവ് സത്യം പറഞ്ഞാൽ ഈ ശബ്ബത്തിനെ കുറിച്ചോ മറ്റു നിലകളിലോ ഒക്കെ പറഞ്ഞ് അടിസ്ഥാനപരമായിട്ട് പറഞ്ഞിരിക്കുന്നതും അവരുടെ നന്മയെ ഉദ്ദേശിച്ചും പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെ വ്യാഖ്യാനിച്ച് ഒരു മനുഷ്യന് ജീവിക്കാൻ കഴിയാത്ത നിലയിൽ അതാക്കി തീർത്തു എന്നുള്ളത് നമുക്ക് കാണാം. കർത്താവ് തന്നെ ചോദിക്കും, നിങ്ങളുടെ ഒരു കഴുതയോ അതോ മറ്റ് മൃഗങ്ങളോ ഒരു കുഴിയിൽ വീണുപോയ ശബ്ബത്ത് കഴിയുന്നത് വരെ നിങ്ങൾ കാത്തുകൊണ്ടിരിക്കുവോ എന്നവരോട് ചോദിക്കുക. അതിനെ വെള്ളം കുടിപ്പിക്കുന്നില്ലേ എന്ന് ചോദിച്ചിട്ട് 18 വർഷമായി അബ്രഹാമിന്റെ മകളായി ഇവളെ ബന്ധനസ്ഥയായിരുന്ന ഇവളെ ശബ്ബത്ത് ദിവസത്തിൽ മോചിപ്പിക്കുന്നത് തെറ്റാണോ എന്ന് കർത്താവ് ചോദിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ശബ്ബത്ത് ദിവസം ആത്മീയമായ ഒരു കൂട്ടായ്മയിൽ ഒരു നന്മ ചെയ്യുന്നത് പോലും വിലക്കുന്ന ഒരു നിലയിലേക്ക് ഒന്നും കൂടെ സ്ട്രിക്റ്റ് ആയിട്ടും ഒന്നും കൂടെ അത് ഓൾറെഡി കട്ടിയായിരുന്നു, അതിന്റെ പുറത്തത് കട്ടിയാക്കുന്ന ഒരു അനുഭവമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ദൈവം അവരെ കുറിച്ച് ആഗ്രഹിച്ചത് വിശ്വാസത്താൽ അവരെ ക്രിസ്തുവിലേക്ക് നടത്തപ്പെടണം എന്നുള്ളതാ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. പഴയ നിയമത്തിൽ സംഭവിച്ചു പോയ ഒരു പ്രധാന പ്രശ്നം അവിടെയാണ്. ഞാൻ പലപ്പോഴും ഓർക്കാറുണ്ട്, ചില വീടുകളിലൊക്കെ അപ്പനും അമ്മയും ഭയങ്കര സ്ട്രോങ് ആയിരിക്കും, അല്ല അപ്പൻ ഇച്ചിരി സ്ട്രോങ് ആയിരിക്കും, അമ്മ ഇച്ചിരി ഇതായിരിക്കും. അപ്പം അപ്പൻ എന്തെങ്കിലും ചെറിയ തെറ്റ് കാണുമ്പം അവനെ ഞാൻ ഇന്ന് വീട്ടിൽ നിന്ന് ഇറക്കി വിടും, അവനെ ഇന്ന് ഞാൻ തല്ലിക്കൊന്നുകളയും, ഇനി അവനെ എനിക്ക് കാണണ്ട, ഒരുപക്ഷെ അവന്റെ മോനല്ല എന്നൊക്കെ വിളിച്ച് പറയുന്ന ചില സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകും. അതുപോലത്തെ കുസൃതികളൊക്കെ മക്കൾ കാണിക്കുമ്പോൾ അപ്പം കണ്ണും തള്ളിയിരിക്കുന്ന മോന്റെ അടുത്ത് പോയി അമ്മ പറയടാ അപ്പനാകെ ചൂടായിട്ടാ, നീ ചെറു നേരം മിണ്ടാതിരിക്കുക, അപ്പൊ നിന്നെ സത്യത്തിൽ സ്നേഹിക്കുന്നുണ്ട്. ഞാൻ തന്നെ ഓർക്കുന്നുണ്ട്, എൻ്റെ അമ്മ എന്നോട് പലപ്പോഴും, എൻ്റെ അച്ഛൻ ഇച്ചിരി കോപിയും എനിക്ക് ഇടയ്ക്കിടയ്ക്കൊക്കെ അടിയൊക്കെ തരുന്ന വ്യക്തിയായിരുന്നു. എന്നാൽ ഇടയ്ക്ക് അച്ഛനെ എനിക്ക് സ്നേഹിക്കാൻ ഇടയായി തീരുന്നത് ഈ അമ്മയുടെ വാക്കുകൾ ഓർത്തിട്ടാണ്. കാരണം എന്നോട് പറയും, മോനെ നിന്നെ 28 ദിവസം, ഞങ്ങളുടെ പണ്ട് കാലത്തൊക്കെ 28 ഘട്ടം പറഞ്ഞൊരു പരിപാടിയുണ്ട്, അന്ന് മോനെ കിടത്താൻ തൊട്ടിലില്ലായിരുന്നു, അന്ന് ഒരു പുഴ കവിഞ്ഞ് ഒഴുകുക, ആ പുഴ കടന്ന് ഈ തൊട്ടിലും തലയെ വെച്ചോണ്ട് നിന്റെ അച്ഛൻ രാത്രിയും മഴയത്ത് ഇത്ര കിലോമീറ്ററുകൾ നടന്ന് നിനക്ക് വേണ്ടി കൊണ്ടുവന്ന ഒരു അച്ഛനാ ഇത് എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് എന്റെ കണ്ണങ്ങ് നിറയും. അത് ശരി, ഈ ചാട്ടമൊക്കെ ചാടുന്ന അപ്പൻ ഇത്ര എന്നെ സ്നേഹിച്ചതാണോ? അപ്പം ഞാൻ പിന്നെയും എൻ്റെ അച്ഛനെ സ്നേഹിക്കാനായിട്ട് പിന്നെയും എൻ്റെ ഹൃദയത്തെ അങ്ങ് ഒരുക്കുകയും ഇത്രമാത്രം എന്നെ കരുതിയൊരു വ്യക്തിയാണോ? അപ്പൊ ഈ ചാട്ടമൊക്കെ വെറുതെയാണോ? അതെ, ചാട്ടമൊക്കെ വെറുതെ ആയിരുന്നു. ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് അതൊക്കെ ശരിയായി. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന വിഷയം, ഈ പുരോഹിതന്മാരെ കുറിച്ചും പ്രവാചകന്മാരെ കുറിച്ചും ദൈവം ആഗ്രഹിച്ചതും ഇതുപോലെ തന്നെയാണ്. മോശെ
യോട് പറയുക, ഞാൻ ഇവരെ നശിപ്പിച്ച് കളയുമെന്ന് പറയുമ്പോൾ കർത്താവിന്റെ സന്നിധിയിൽ അവർക്ക് വേണ്ടി ഇടിവിൽ നിന്ന് അവർക്ക് വേണ്ടി യാചിച്ച ഒരു അനുഭവം നമുക്ക് കാണാൻ കഴിയും. പ്രവാചകന്മാരും വ്യക്തമാക്കേണ്ടിയിരുന്ന സംഗതി ഇതാണ്: നിങ്ങൾ സൂപ്പർഫിഷ്യലായിട്ട് ഈ കഠിനമായ നിയമങ്ങൾ കാണുന്നെങ്കിൽ ഈ നിയമം നിങ്ങൾക്ക് അനുസരിക്കാൻ കഴിയത്തില്ല എന്ന് തമ്പുരാനും അറിയാം. എന്നാൽ ഇതിന് പിറകിൽ ദൈവം നിങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ പാപങ്ങൾ സൗജന്യമായി നീതീകരിക്കപ്പെടുകയും നിങ്ങൾ ഒരു കടന്നു വരാനുള്ള മശിഹയെ നിങ്ങൾ കണ്ടെത്തുകയും ചെയ്യുക, വിശ്വാസത്താൽ അവൻ ആശ്രയിക്കുക എന്നുള്ളതാണ് എന്ന് നമുക്ക് അതായിരുന്നു ദൈവത്തിന്റെ ഉദ്ദേശം എന്ന് വായിക്കാൻ കഴിയും. എൻ്റെ പിതാവ് ഒരു അധ്യാപകനായിരുന്നു. അപ്പൊ അദ്ദേഹം ചെയ്യുന്ന ചില കാര്യങ്ങൾ ഞാൻ അടുത്തിരുന്ന് വീക്ഷിച്ചിട്ടുണ്ട്. പണ്ടത്തെ കാലത്ത് അധ്യാപകന്മാർക്ക് ടീച്ചിങ് നോട്ട് എന്നും പറഞ്ഞൊരു നോട്ട് എഴുതണം. അപ്പൊ അച്ഛൻ എഴുതുന്ന കണ്ടിട്ട് ചെറിയ ക്ലാസ്സുകളിൽ അച്ഛൻ പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. പണ്ട് ചങ്ങനാശ്ശേരി NSS കോളേജിലൊക്കെ പഠിച്ചിട്ട് പോയ ആളാ. എന്നാൽ അന്നത്തെ കാലത്ത് കമ്മ്യൂണിസ്റ്റുകാർക്ക് ജോലി കിട്ടാത്ത ഒരു കാലമായതുകൊണ്ട് അവിടുന്ന് നാട് വിട്ട് വേറൊരു സ്ഥലത്ത് വന്ന് താമസിക്കാനും അങ്ങനെ അവിടെ ഒരു അധ്യാപകനായിട്ട് തീരാനും ഇടയായി തീർന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. അവസാന കാലത്ത് രക്ഷിക്കപ്പെടാനും ദൈവത്തെ അറിയാനും ഇത്ര ഒരു അദ്ദേഹം കരയുന്നത് എൻ്റെ ജീവിതത്തിൽ കണ്ട് അത്ര കഠിന ഹൃദയനായ ഒരു മനുഷ്യനാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. എന്നാൽ അദ്ദേഹം രക്ഷിക്കപ്പെട്ടു ഒരു 20 വർഷത്തോളം വിശ്വാസത്തിൽ നിന്ന് വിശ്വാസത്തിൽ മരിച്ച് ദൈവസന്നിധി കടന്നു പോകാനായിട്ട് ഇടയായി തീർന്നു എന്നുള്ള സന്തോഷ വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുക. അത് നാളുകളായി എൻ്റെ കൂടെ തന്നെ താമസിച്ചാണ് അദ്ദേഹം ദൈവസന്നിധിയിലേക്ക് കടന്നു പോകാനായിട്ട് ഇടയായിട്ട് തീർന്നത്. ഞാൻ പറയാൻ അദ്ദേഹം ഇങ്ങനെ ഈ ടീച്ചിങ് നോട്ട് എഴുതുമ്പം ഞാൻ ഇങ്ങനെ അടുത്ത് പോയിരിക്കും. അപ്പൊ ഭൂമി എന്നുള്ള ഒരു കൺസെപ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി എന്തൊക്കെ ഞാൻ ചെയ്യുന്നു, അവരെ കൊണ്ടുവന്നൊരു ഗ്ലോബ് കാണിക്കുന്നു, അതിനെക്കുറിച്ച് ഞാൻ ഇങ്ങനെ കുഞ്ഞുങ്ങളെ ഞാൻ അതെങ്ങനെ മനസ്സിലാക്കി കൊടുക്കുമെന്ന് ഒരു അധ്യാപകനെ എക്സ്പ്ലെയിൻ ചെയ്താൽ നോട്ടിൽ എഴുതി വെക്കണം. അതാണ് വർഷത്തിലൊരിക്കൽ വന്ന് എഡ്യൂക്കേഷൻ ഓഫീസർ വരുമ്പോൾ നോക്കി അതിന് ഇതൊക്കെ കൊടുക്കും, അപ്രൂവലൊക്കെ കൊടുക്കും എന്ന് പറഞ്ഞതുപോലെ ഈ ദൈവത്തോട് അടുത്തിരിക്കുന്ന പ്രവാചകന്മാർക്കും അവന്റെ ഭക്തന്മാർക്കും മനസ്സിലാകുന്ന നിലയിൽ ഈ ഇടയനെ കുറിച്ചുള്ള വെളിപ്പാടുകൾ അവർക്ക് ലഭിക്കുമ്പോൾ അത് ഈ ജനത്തിന് പകർന്നു കൊടുക്കാനാണ് അവരെ കുറിച്ച് ആഗ്രഹിച്ചത്. അല്ലാതെ പ്രമാണത്തിൽ എഴുതിയേക്കാളും കഠിന ഹൃദയനായിട്ടുള്ള ഒരു ദൈവമാണ് അവനെന്ന് പറഞ്ഞ് അവരെ പേടിപ്പിച്ച് ദൈവത്തിൽ നിന്നും പ്രമാണത്തിൽ നിന്നും അകറ്റാനോ അല്ലെങ്കിൽ പേടിച്ചിട്ട് ഒരു കപടഭക്തി അഭിനയിക്കാനോ അല്ല അവരെ കുറിച്ച് ദൈവം ആഗ്രഹിച്ചത് എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത് അവര് പൂർണ്ണമായിട്ട് സ്വന്തം പ്രവൃത്തിയിൽ ആശ്രയിച്ച് ദൈവത്തിന്റെ പ്രവൃത്തിയിൽ നിന്ന് മാറിപ്പോയി. നമുക്ക് ക്രിസ്തീയ സഭകളെ എടുത്തു നോക്കിയാലും നമുക്കിന്ന് കാണാനായിട്ട് കഴിയും. പലർക്കും ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ പലരുമായിട്ട് ഡിസ്കസ് ചെയ്യുമ്പോഴും കാണാൻ കഴിയുന്നത് നാം എങ്ങനെ നമ്മൾ നല്ലത് ചെയ്യണം, നന്മ പ്രവർത്തിക്കണം. പ്രിയപ്പെട്ടവരെ, നന്മ പ്രവർത്തിക്കരുതെന്ന് ദൈവത്തിന്റെ വചനം ഒരിക്കലും പറയുന്നില്ല. എന്നാൽ ദൈവത്തിന്റെ സഭ സാക്ഷ്യം വഹിക്കേണ്ടത് എന്തിനു വേണ്ടിയാണ്? ദൈവത്തിന്റെ സഭ സാക്ഷ്യം വഹിക്കുന്നത് ഒരു പാപിയെ ദൈവം സൗജന്യമായി നീതീകരിക്കുന്നു എന്നുള്ള സത്യത്തെയാണ് ഈ ദിവസങ്ങളിൽ ദൈവത്തിന്റെ സഭ ഹൈലൈറ്റ് ചെയ്യേണ്ടതും. അവനെ ഒരിക്കലും അവന്റെ പ്രവൃത്തി കൊണ്ട് അവന് പൂർണ്ണത പ്രാപിക്കാൻ കഴിയത്തില്ലെന്നും അവനെ വിശ്വാസത്താൽ നീതീകരിക്കുന്ന ഒരു ദൈവമുണ്ടെന്നും അവന്റെ പാപങ്ങൾ സൗജന്യമായി ക്ഷമിച്ചു കൊടുക്കുകയും അവനെ ദൈവത്തിന്റെ മകനായിട്ട് അവനെ ദൈവത്തിന്റെ പുത്രനായിട്ട് ദൈവം സ്വീകരിക്കുകയും ചെയ്യും എന്നുള്ള സത്യമാണ് ഈ ഒരു ദൈവസഭ ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കേണ്ടത്. അത് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുന്നില്ലെങ്കിൽ ദൈവസഭ അവരുടെ ആ ഉദ്ദേശത്തിൽ നിന്നും ദൈവം അവരെ ആക്കി വെച്ചിരിക്കുന്ന ആ ഉദ്ദേശത്തിൽ നിന്ന് അവർ മാറിപ്പോയി. അവർ ദൈവസഭ തന്നെ അല്ല എന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം ഇന്ന് ഒരു ആവറേജ് ക്രിസ്തീയ സഭയിലുള്ള വ്യക്തികളോട് ചോദിച്ചാൽ അവരൊക്കെ ഒറ്റ വാക്കി പറയുന്ന ഇതാ, നല്ലതുപോലെ ജീവിക്കണം എന്നാണ് പറയുന്നത്. അതെ, നിശ്ചയമായിട്ടും അതാണെങ്കിൽ തന്നെ ഇന്ന് ക്രിസ്തുവിനെ സാക്ഷിയാക്കി നമ്മളെ വെച്ചിരിക്കുന്നു എന്ന് പറയുന്നുണ്ടെങ്കിൽ അവൻ ക്രൂശിൽ മരിച്ചത് എന്തിനാണെന്നും ആ ക്രൂശിലെ ആ യാഗം എന്തിനാണെന്നും ആ ക്രൂശിൽ അവൻ പിടഞ്ഞു മരിക്കുമ്പോൾ ആരെ ഓർത്താണ് മരിച്ചതെന്നും അത് ഈ ലോകത്തിന് വ്യക്തമാക്കി കൊടുക്കുക എന്നുള്ള ഉദ്ദേശത്തോടെയാണ് ദൈവത്തിന്റെ സഭയെ ദൈവം ഈ ലോകത്തിൽ വെച്ചിരിക്കുന്നത്. ആ പ്രവർത്തിക്കുന്നത് അവന് വേണ്ടി പ്രവർത്തിക്കുക, ജീവിക്കുക എന്നുള്ളത് രണ്ടാമതാ വരുന്നത്. എന്നാൽ പ്രാഥമികമായ ഉത്തരവാദിത്വം ഈ സൗജന്യമായ രക്ഷയെ ഒരു കാലത്തും ദൈവത്തോട് അടുക്കാൻ കഴിയത്തില്ല എന്ന് വിചാരിക്കുന്ന മനുഷ്യനോട് ഞാൻ എത്രയോ പാപങ്ങൾ ചെയ്തു, എന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെടുകയില്ല, ഇനി എന്റെ ജീവിതം അവസാനിപ്പിക്കുക അല്ലെങ്കിൽ സ്വയം പരിതപിച്ച് ഞാൻ എന്റെ ഈ കുറ്റബോധത്തിലിരുന്ന് മരിക്കുക എന്നൊരു ഒരു ഭാവി മാത്രമേ എനിക്കുള്ളൂ എന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തിക്ക് ഇല്ല. നിന്നോട് ഒരു സുവാർത്ത അറിയിക്കുന്നു. നിന്റെ പാപങ്ങൾ എത്ര രക്താംബരം പോലെ കടുംചുവപ്പായിരുന്നാലും ഹിമം പോലെ വെളുപ്പിക്കും എന്ന് പറയുന്നതാണ് ദൈവസഭയുടെയും ദൈവമക്കളുടെയും ഉത്തരവാദിത്തം. അതാ ഒന്നാമത് ഹൈലൈറ്റ് ചെയ്യേണ്ട കാര്യം. അങ്ങനെ വിശ്വസിക്കുന്നവർക്ക് വേണ്ടിയാണ് കർത്താവിന്റെ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് നാം ഒരു നല്ല ജീവിതം ജീവിക്കാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നത്.
എത്ര എത്ര നമ്മുടെ ലക്ഷ്യത്തിൽ നിന്ന് പാപം എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം ഹമാർഷ്യ എന്നാണ് കേട്ടിട്ടുണ്ട്, മിസ്സിംഗ് ദ മാർക്ക് എന്ന് പറഞ്ഞതുപോലെ ദൈവസഭ അവരുടെ ദൗത്യത്തിൽ നിന്നും ലക്ഷ്യത്തിൽ നിന്നും എന്തുമാത്രം മാറിപ്പോവുകയും ഈ ഒരുപക്ഷെ യഹൂദന്മാരായിരുന്ന അനുഭവത്തെക്കാളും കൂടുതൽ അവരങ്ങനെ തെറ്റിദ്ധരിച്ചു പോവുകയും ചെയ്ത് ഞങ്ങൾ പാരമ്പര്യമായിട്ട് ജന്മനാ ക്രിസ്ത്യാനികളാണ് എന്ന് ഒരു കാരണവശാലും ദൈവത്തിന്റെ വചനമനുസരിച്ച് പറയാൻ കഴിയില്ലെങ്കിലും അത്തരം ഒരു വിഡ്ഢിത്തരം പിന്നെയും 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 പുലമ്പിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു കാഴ്ച നമുക്ക് ദൈവത്തിന്റെ സന്നിധി നമുക്ക് കാണാൻ കഴിയും. എത്ര പരിതാപകരമായ ഒരു അവസ്ഥയാണ്. ഞങ്ങൾ അനുസരിച്ച് എന്നെങ്കിലും ആർക്കെങ്കിലും അതങ്ങനെ പറയാനായിട്ട് സാധിക്കും? എന്നാൽ യഹൂദൻ അത് പറഞ്ഞു. അതേപോലെ തന്നെ ഇന്ന് നമുക്ക് ഈ വിശ്വാസത്തിന്റെ വചനം, ഈ സൗജന്യമായി ദൈവം നീതീകരിക്കുന്ന ഈ വചനം പ്രസ്താവിക്കാം. അതിനുവേണ്ടി ആ കർത്താവ് നമ്മളെ വിളിച്ചേക്കുന്നത്. നോക്കിയാട്ടെ, തുടർന്ന് ഞാൻ വായിക്കുക. ഇതാ ഞാൻ സിയോനിൽ ഒരു ഇടർച്ചക്കല്ലും തടങ്ങൽപ്പാറയും ഇടുന്നു, അവനിൽ വിശ്വസിക്കുന്നവൻ ലജ്ജിച്ചു പോകുകയില്ല എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. എന്താണ് ഈ ഇടർച്ചക്കല്ലും ഈ തടങ്ങൽപ്പാറയും? നമുക്കറിയാം, എനിക്ക് എൻ്റെ പ്രവർത്തികൾ കൊണ്ട് എൻ്റെ നീതി ദൈവത്തിന് മുന്നിൽ തെളിയിക്കാൻ കഴിയും, എൻ്റെ സ്വന്തം ശക്തി കൊണ്ട് ദൈവത്തെ അന്വേഷിക്കാൻ കഴിയും എന്നുള്ള മനുഷ്യന്റെ അഹങ്കാരത്തിനുള്ള തടങ്ങൽ പറയാതെ അവന്റെ സ്വന്തം കോൺഫിഡൻസ് കൊണ്ട് ദൈവത്തെ പ്രസാദിപ്പിച്ചു കളയാം എന്ന് ചിന്തിക്കുന്നവനുള്ള ഒരു 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 തടങ്ങൽ പറയാതെ, ഒരു ഇടർച്ചയാതെ. കാരണം അങ്ങനെ സ്വന്തം ശക്തി കൊണ്ട് എനിക്ക് സാധിക്കും, സ്വന്തം ശക്തി കൊണ്ട് എൻ്റെ നീതിയെ ഞാൻ എൻ്റെ ദൈവത്തിന് മുന്നിൽ തെളിയിക്കും എന്ന് പറയുന്ന ഒരു വ്യക്തിക്കുള്ള ഇടർച്ചക്കല്ലും തടങ്ങൽ പാറയുമായിട്ടാണ് കർത്താവ് ഇരിക്കുന്നത്. ഒരിക്കലും അവന് കപടഭക്തി പ്രകാരം അവന് മുന്നോട്ട് പോകാൻ കഴിയുമെന്നുള്ളതല്ലാതെ ദൈവത്തോടുള്ള ബന്ധത്തിൽ ഒരിക്കലും കടന്നു പോകാനായിട്ട് സാധിക്കത്തില്ല. കർത്താവ് തന്നെ പറഞ്ഞല്ലോ, നിങ്ങൾ വലിയ ചുമടുകൾ എടുത്ത് ജനത്തിന്റെ മീതെ വെക്കുന്നു, എന്നാൽ കൈകൊണ്ട് പോലും നിങ്ങൾ തൊടുന്നില്ല. കാരണം നിങ്ങൾക്ക് തന്നെ അറിയാം ഇത് ചെയ്യാൻ പറ്റത്തില്ല എന്ന് നിങ്ങളുടെ പ്രായോഗിക ജീവിതത്തിൽ നിങ്ങൾ അറിഞ്ഞുകൊണ്ട് നിങ്ങൾ മറ്റുള്ളവരെ അത് ചെയ്യാനായിട്ട് നിർബന്ധിക്കുകയും അതിന്റെ പേരിൽ വിധിക്കുകയും അവരുടെ പാപം നിമിത്തം നിങ്ങൾ ഉപജീവിക്കുകയും ചെയ്യുന്ന ഒരു അനുഭവമാണ് നമ്മൾ ഹോശയായിൽ നമ്മൾ വായിക്കുന്നത്. അപ്പം എന്ന് പറഞ്ഞിട്ട് മുന്നോട്ട് കടന്നു വരുന്നു. അവർ രക്ഷിക്കപ്പെടണം എന്ന് തന്നെ എൻ്റെ ഹൃദയവാഞ്ചയും അവർക്ക് വേണ്ടിയുള്ള യാചനയുമാകുന്നു. അവർ പരിജ്ഞാനപ്രകാരം അല്ലെങ്കിലും ദൈവത്തെ സംബന്ധിച്ച് എരിവുള്ളവർ എന്ന് ഞാൻ അവർക്ക് സാക്ഷ്യം പറയുന്നു. ദൈവത്തിന്റെ നീതി അറിയാതെ സ്വന്തം നീതി സ്ഥാപിക്കാൻ നോക്കി അന്വേഷിച്ചുകൊണ്ട് ദൈവത്തിന്റെ നീതിക്ക് കീഴ്പ്പെട്ടില്ല. എത്ര മനോഹരം പ്രിയപ്പെട്ടവരെ! നമ്മുടെ നീതി സ്ഥാപിക്കലും ദൈവത്തിന്റെ നീതി അക്സെപ്റ്റ് ചെയ്യലും കൂടെ ഒരുമിച്ച് നടക്കുന്ന പരിപാടിയാണ്. അത് ബേസിക്കായിട്ട് വചനത്തിൽ പറഞ്ഞേക്കാം. പൗലോസ് 3-ാം അധ്യായം ഫിലിപ്പിയർക്ക് എഴുതുന്ന ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നു, തനിക്ക് ലാഭമായിരുന്നതൊക്കെയും ക്രിസ്തു നിമിത്തം ഛേദമെന്നെണ്ണി എന്ന് പറഞ്ഞിട്ട് അതിന്റെ 3-ാം വാക്യം മുതൽ ലാഭമായിരിക്കുന്ന കാര്യങ്ങളൊക്കെ അവിടെ എഴുതിയിട്ടുണ്ട്. അവിടെ പറയുന്നത് ഞാനൊരു യഹൂദനാണ്, ബെന്യാമീൻ ഗോത്രക്കാരനാണ്, 8-ാം നാളിൽ പരിച്ഛേദനയേറ്റവനാണ് എന്നൊക്കെയുള്ള തന്റെ ക്രെഡൻഷ്യൽസ് ഒക്കെ അവിടെ പറഞ്ഞതിന് ശേഷം അതെ, ബെന്യാമീൻ ഗോത്രക്കാരൻ, എബ്രായൻ ജനിച്ച എബ്രായൻ, ന്യായപ്രമാണം സംബന്ധിച്ച് പരീശൻ, ശുഷ്കാന്തി സംബന്ധിച്ച് സഭയെ ഉപദ്രവിച്ചവൻ, ന്യായപ്രമാണത്തിലെ നീതി സംബന്ധിച്ച് അനിന്യൻ, എങ്കിലും ലാഭമായിരിക്കുന്നതൊക്കെയും എനിക്ക് ക്രിസ്തു നിമിത്തം ഛേദമെന്നെണ്ണിയിരിക്കുന്നു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വാക്യം 9-ാം വാക്യമാണ്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ക്രിസ്തുവിനെ നേടേണ്ടതിനും ന്യായപ്രമാണത്തിനുള്ള എൻ്റെ സ്വന്തം നീതിയല്ല, ക്രിസ്തുവിലുള്ള വിശ്വാസം മൂലം ദൈവം വിശ്വസിക്കുന്നവർക്ക് നൽകുന്ന നീതി ലഭിച്ച് അവനിൽ ഇരിക്കേണ്ടതിനും അവന്റെ മരണത്തോട് അനുഭവപ്പെട്ട് അവനെയും അവന്റെ പുനരുത്ഥാനത്തിന്റെ ശക്തിയെയും അവന്റെ കഷ്ടാനുഭവയുടെ കൂട്ടായ്മയും അനുഭവിച്ചറിയേണ്ടതിനും ഇങ്ങനെ വല്ല വിധേനയും മരിച്ചവരുടെ നിന്ന് പുനരുത്ഥാനം പ്രാപിക്കണമെന്ന് വെച്ച് എല്ലാം ഉപേക്ഷിച്ച് ചവറന്നു. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഭാഗം ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ക്രിസ്തുവിനെ നേടേണ്ടതിനും എന്റെ സ്വന്തം നീതിയല്ല. കർത്താവ്, എനിക്ക് എന്റെ സ്വന്തം നീതി വേണ്ട. ഈ സ്വന്തം നീതിയെ പലരും തള്ളിപ്പറയാൻ കഴിയാത്തത് കൊണ്ട് അവർക്ക് ദൈവത്തിന്റെ നീതി പ്രാപിക്കാൻ പറ്റാതെ പോകുന്നു. അവർ വിചാരിക്കുന്നത് ഒരു കൈ കൊണ്ട് എന്റെ നീതിയെയും പിടിക്കാം, മറ്റേ കൈ കൊണ്ട് ദൈവത്തിന്റെ നീതിയെയും പിടിക്കാം എന്നാ വിചാരിക്കുന്നത്. ഇത് രണ്ടും കൂടെ ഒരുമിച്ച് പോകുന്ന ഒരു കാര്യമല്ല പ്രിയപ്പെട്ടവരെ. സ്വന്തം കർത്താവേ, എന്റെ നീതി എനിക്ക് വേണ്ട. പത്രോസ്ലിഹയോട് പൗലോസ്ലിഹ വാദിക്കുന്ന സമയത്ത് ഗലാത്യർ എന്ന ലേഖനം നമ്മൾ വായിക്കുമ്പോൾ അവിടെയും ഇതേ കാര്യം പറയുന്നുണ്ട്. പല വ്യക്തികളും 2-ാം അധ്യായം എന്ന 20-ാം വാക്യം സാധാരണ നിലയിൽ കോട്ട് ചെയ്യുന്ന വാക്യമാണ്. അവിടെ നമ്മൾ കാണുന്നു,
അവിടെ നമ്മൾ കാണുന്നത്, ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നു. ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നു. ഇപ്പോൾ ഞാൻ ജഡത്തിൽ ജീവിക്കുന്നതോ എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത ദൈവപുത്രങ്കലുള്ള വിശ്വാസത്താൽ അത്രേ. അപ്പോൾ ഒരു ചെറിയ പെർസെൻറ്റേജ് എങ്കിലും നമ്മുടെ നീതിയിലും നമ്മുടെ യോഗ്യതയിലും നമുക്ക് വിശ്വാസമുണ്ടെങ്കിൽ ദൈവത്തിന്റെ നീതിക്ക് നമ്മളിൽ വസിക്കാൻ പറ്റത്തില്ല. അത് നമ്മൾ എന്തുമാത്രം അതിനെ ഒഴിവാക്കുന്നോ, നമ്മൾ കുറവുള്ളവരായിട്ടും നമ്മുടെ സ്വന്തം നീതി ഇല്ലാത്തവരായിട്ടും നമ്മൾ തീർന്നാൽ മാത്രമേ ദൈവത്തിന്റെ നീതി എനിക്ക് ആവശ്യമുണ്ട് എന്ന് പറയാനായിട്ട് കഴിയത്തുള്ളൂ. യഹൂദന് സംഭവിച്ചത് അതാ. അവന്റെ സ്വന്തം നീതി അവൻ വിടാനായിട്ട് റെഡിയല്ല. അവന്റെ പരിശ്രമങ്ങളും സ്വന്തം പരിശ്രമത്താൽ നീതി പ്രാപിക്കാൻ കഴിയുമെന്ന് ഉള്ള വിചാരം അവൻ ഉപേക്ഷിക്കാൻ തയ്യാറല്ല. എന്നാൽ ദൈവത്തോട് പ്രത്യക്ഷമായിട്ട് റിബല്യനോ എതിർപ്പോ ഒന്നുമില്ല. എന്റെ കർത്താവെ, ഞാൻ പിന്നെയും പരിശ്രമിക്കുക എന്ന് പറഞ്ഞ് ദയനീയമായിട്ട് പരിശ്രമിക്കുകയാണ്. എന്നാൽ ദൈവം 1000 വട്ടം അവനോട് പറയുന്നത്, വചനത്തിന്റെ ലൂടെ പറയുന്നത്, എന്റെ മോനെ, നിന്റെ പരിശ്രമം നിർത്ത്, ഞാൻ സൗജന്യമായി തരുന്ന നീതിയിൽ നീ ആശ്രയിക്കുക. അപ്പം പറയും, കർത്താവെ, ഞാൻ അവനെ പോലെയല്ല, ഇവനെ പോലെയല്ല, ഞാൻ അങ്ങനെയല്ല ഇങ്ങനെയല്ല എന്നൊക്കെ അവൻ പറയാനായിട്ട് ശ്രമിക്കുക. അപ്പൊ കർത്താവ് പറയുന്നത്, നക്ഷത്രത്തിന്റെ ഉയരത്തിൽ ചാടാൻ ഞാൻ നിന്നോട് ആവശ്യപ്പെടുമ്പോൾ നീ നിന്നേക്കാൾ 1 ഇഞ്ച് 2 ഇഞ്ച് വ്യത്യാസമുള്ള ഒരുത്തനോട് ഉപമിച്ചിട്ട് നിന്റെ ഹൈറ്റ് കാണിക്കാനാണ് ശ്രമിക്കുന്നത്. ഈ നക്ഷത്രത്തിന്റെ ഉയരത്തുമായിട്ട് അത് ബന്ധിച്ച് നോക്കുമ്പം ഇതൊരു വ്യത്യാസമേ അല്ല മോനെ. നീ ചില പാപകർമ്മങ്ങൾ ചെയ്യുന്നില്ല, ചില കാര്യങ്ങൾ ചെയ്യുന്നില്ല, എന്നാൽ അതിനൊക്കെയുള്ള ഉദ്ദേശം നിന്റെ ഉള്ളിലുണ്ട്. ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ നീ സ്വന്തം നീതി വെച്ചിട്ട് നീതീകരിക്കപ്പെടാനായിട്ട് എങ്ങനെ കഴിയും? ഗലാത്യർക്ക് എന്ന ലേഖനം 2 വായിക്കുന്നത്, പത്രോസ്ലീഹ അത് തന്നെ ചെയ്തു. അന്നത്തെ കാലത്ത് യഹൂദന്മാർക്ക് ഒരു വിചാരം ഉണ്ടായിരുന്നു, ഈ രക്ഷയോടുള്ള ബന്ധത്തിൽ ഞങ്ങൾക്കൊരു അപ്പർ ഹാൻഡ് ഉണ്ട്. ഞങ്ങളെ രക്ഷിച്ചതിന് ശേഷം, ഞങ്ങൾക്ക് ഈ രക്ഷ തന്നതിന് ശേഷമേ ദൈവത്തിന് മറ്റുള്ളവർക്ക് അത് കൊടുക്കാൻ പറ്റത്തുള്ളൂ. 2, ജാതിയിൽപ്പെട്ട ആരെങ്കിലും ഒരു ക്രിസ്ത്യാനിയായി തീരണമെങ്കിൽ ആദ്യം അവൻ യഹൂദനായി ന്യായപ്രമാണത്തിന്റെ ചട്ടങ്ങളൊക്കെ പ്രമാണിച്ച് പരിച്ഛേദനയും കൂടെ ഏറ്റു കഴിഞ്ഞാലേ അവന് ക്രിസ്ത്യാനിയായി തീരാൻ കഴിയത്തുള്ളൂ എന്ന് ചിന്തിക്കുന്ന ഒരു നിലവാരം ഉണ്ടായിരുന്നു. അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്നവര് പണ്ട് യഹൂദ മര്യാദ പ്രകാരമുള്ള ഉച്ചനീചത്വങ്ങളും തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും ഒക്കെ ആചരിച്ച് മറ്റുള്ളവരെ പിന്നെ വിഭാഗീയതയോടെ ചിന്തിക്കുന്ന ഒരു നിലവാരത്തിൽ മുന്നോട്ട് പോയിരുന്നവര് ചിലര് യെരൂശലേമിൽ നിന്ന് വന്നപ്പോൾ പത്രോസ്ലീഹായും അവരോട് കൂടെ ചേർന്ന് അറിയാതെ അങ്ങ് കൂട്ടത്തിൽ ചേർന്ന് പോയപ്പോൾ അതിനെതിരെയാണ് പൗലോസ്ലീഹ ഇവിടെ പറയുന്നത്. വളരെ പ്രസക്തമായ ചില ഭാഗങ്ങൾ അദ്ദേഹം അവിടെ പറയുന്നത്. അതിൽ 17-ാം വാക്യമാണ് ഞാൻ വായിക്കുന്നത്. ക്രിസ്തുവിൽ നീതീകരണം അന്വേഷിക്കയിൽ നാമും പാപികൾ എന്ന് വരുന്നു എങ്കിൽ ക്രിസ്തു പാപത്തിന് ശുശ്രൂഷക്കാരൻ എന്നോ ഒരു നാളുമല്ല. അപ്പം നമ്മളാരും പാപികളൊന്നുമല്ല, നമ്മൾ നീതിമാന്മാരാണ്, ജാതികളാണ് പാപികൾ എന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ ഇരുന്നതാണ്. എന്നാൽ ക്രിസ്തുവിൽ നീതീകരണം അന്വേഷിച്ചപ്പം നമ്മളും പാപികൾ എന്ന് വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം അതിന് ഉപമ എന്തോ പറയുന്നതെന്ന് എനിക്ക് തന്നെ അറിയാം. എന്നാലും ഞാൻ നമ്മുടെ ഇടയിലുണ്ടായ പ്രളയത്തെക്കുറിച്ച് വേണമെങ്കിൽ പറയാം. കാരണം പ്രളയം വന്നു, അത് അന്നേരം സാമ്പത്തികമായി ഉന്നതമായി നിൽക്കുന്നവനും താഴേക്കിടയിലുള്ളവരും എല്ലാം അഭയാർത്ഥി ക്യാമ്പിൽ എത്തി. അപ്പൊ മതിലേക്കെടുത്ത ആളിങ്ങനെ വിചാരിച്ചുകൊണ്ടിരിക്കുക, എനിക്കിപ്പം ഇവിടെ കൊണ്ട് തരുമായിരിക്കും എന്ന് വിചാരിക്കുമ്പോൾ അവരോട് പറയുക, നിങ്ങൾ പോയി ക്യൂവിൽ നിൽക്ക്. അവൻ നോക്കുമ്പോഴത്തേക്ക് അവന്റെ ചുറ്റുപാട് വളരെ പരിതാപകരമായ നിലയിൽ ജീവിച്ചുകൊണ്ടിരുന്ന കുറെ പേര് ക്യൂവിൽ നിൽക്കുന്നു. എന്നെ കൊണ്ട് ആ ക്യൂവിൽ നിൽക്കാൻ എനിക്ക് വയ്യ, അങ്ങനെയാണെങ്കിൽ നിനക്ക് ആഹാരവും ഇല്ല എന്നുള്ളൊരു നിലയിലാണ് ഇവിടെ പറയപ്പെട്ടേക്കുന്നത്. ക്രിസ്തുവിൽ നീതീകരണം അന്വേഷിക്കയിൽ, അതുകൊണ്ടാണ് നമ്മൾ അവിടെ വായിക്കുന്നത് 10-ന്റെ 3-ാം വാക്യത്തിൽ ദൈവത്തിന്, അതിന്റെ 4-ാം വാക്യം, വിശ്വസിക്കുന്ന ഏവന് നീതി ലഭിപ്പാൻ ക്രിസ്തു ന്യായപ്രമാണത്തിന്റെ അവസാനമാകുന്നു. കാരണം ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ ഉള്ളതുകൊണ്ട് അവൻ ബീഡി വലിക്കുന്നു, ഞാൻ ബീഡി വലിക്കുന്നില്ല, ഞാൻ അത് ചെയ്യുന്നില്ല ഇത് ചെയ്യുന്നില്ല എന്ന് പറയുന്ന സൂപ്പർഫിഷ്യൽ ആയിട്ടുള്ള ചില വ്യത്യാസങ്ങളുടെ പേരിൽ ദൈവസന്നിധി നീതീകരിക്കപ്പെടുമെന്ന് വിചാരിക്കുന്നവനോട് പറയുകയാണ്, മോനെ, അതൊന്നും അല്ല കാര്യം. ആ നിലയിലുള്ള വ്യത്യാസങ്ങളല്ല കാര്യം. എന്റെ സന്നിധിയിൽ രക്ഷയ്ക്ക് യോഗ്യമായി നീ അംഗീകരിക്കപ്പെടാനായിട്ടുള്ള പ്രവൃത്തി ചെയ്യാനായിട്ടുള്ള കഴിവ് നിനക്കില്ല. അതുകൊണ്ട് നീ സൗജന്യമായ യേശുക്രിസ്തു മുഖാന്തരമുള്ള നീതീകരണം പ്രാപിക്കുക മാത്രമേ രക്ഷയുള്ളൂ. അവസാനം മനസ്സോടെ അവൻ ആ ക്യൂവിൽ പോയി നിന്ന് ഈ പറഞ്ഞ അവൻ ഒരു കാലത്ത് ഇതായിട്ട് കണ്ടിരുന്നവരുടെ കൂടെ നിന്നിട്ട് അത് മേടിക്കേണ്ട ഒരു അവസ്ഥ അവന് വന്നു. കാരണം ക്രിസ്തുവിലുള്ള നീതിയാണ് അന്വേഷിക്കുന്നതെങ്കിൽ അത് ഈ ലോകത്തിലുള്ള എല്ലാ മനുഷ്യനും ഒരുപോലെ.
ജാതിയാകട്ടെ, യഹൂദനാകട്ടെ, പണമുള്ളവനാകട്ടെ, പണമില്ലാത്തവനാകട്ടെ, പഠിത്തമുള്ളവനാകട്ടെ, പഠിത്തമില്ലാത്തവനാകട്ടെ, അത് ആ നീതി ലഭിക്കുന്നത് എല്ലാവർക്കും ഒരുപോലെ ആണത് ക്രിസ്തുവിൽ ലഭിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. അപ്പോൾ വേറൊരർത്ഥത്തിൽ പറഞ്ഞാൽ, ഇവിടെ പറഞ്ഞേക്കുന്ന ഒരു എക്സാമ്പിൾ, വേറൊരു ഉദാഹരണം കൂടെ പറയുക. ഒരു ക്ലാസ്സിൽ പരീക്ഷയിട്ട് 40 മാർക്ക് വേണം 100-ൽ അത് പാസ്സാവാനായിട്ട്. നോക്കുമ്പോൾ ആർക്കും പാസ് മാർക്കില്ല. എന്നാൽ സിംഗിൾ ഡിജിറ്റ് കിട്ടിയവരുണ്ട്, 0 കിട്ടിയവരുണ്ട്. ഞാൻ അങ്ങനെ ഇതിനോടുള്ള ബന്ധം അങ്ങനെ ആണെന്നല്ല പറഞ്ഞത്, ഈ ആസ്പെക്ട് തെളിയിക്കാൻ വേണ്ടി മാത്രം ഞാൻ പറയുക. 1 മാർക്ക് കിട്ടിയവനുണ്ട്, 2 മാർക്ക് കിട്ടിയവനുണ്ടെന്നിരിക്കട്ടെ. പിന്നെ 1 മാർക്ക് കിട്ടിയവൻ 0 കിട്ടിയവനെ നോക്കി ഇങ്ങനെ അമറുകയാ, നീ പാപിയാണ്, ഞാൻ ശ്രേഷ്ഠനാണ് എന്ന് പറയുക. എന്നാൽ പാസ് മാർക്കുണ്ടോ? പാസ് മാർക്കില്ല. അപ്പൊ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആൾക്കാർ അവര് വിചാരിച്ചുകൊണ്ടിരിക്കാം 1 മാർക്കും 2 മാർക്കും കിട്ടി എന്നെ ചിലപ്പം വിജയിയായിട്ട് പ്രഖ്യാപിക്കുമായിരിക്കും. ഞാൻ പഠിച്ച സ്കൂളെന്ന് പറയുന്നത് ഇതുപോലൊരു സ്കൂളാണ്, ഗവൺമെന്റ് സ്കൂളാണ്. അവസാന സമയമാകുമ്പോൾ 3 മാസത്തേക്ക് എംപ്ലോയ്മെന്റിൽ നിന്ന് കുറച്ച് സാറുമാരെ കൊണ്ടുവന്ന് ഇതാക്കും. അവരെന്തെങ്കിലും ഒന്ന് കാണിച്ചു വെക്കും, പിന്നെ അടുത്ത ക്ലാസ്സിലേക്ക് പോകാൻ ഇതാകും. അപ്പം ആ കൂട്ടത്തിൽ എനിക്ക് ചിലപ്പോൾ ഫസ്റ്റ് കിട്ടും. ഞാൻ വളരെ അഭിമാനത്തോടെ എൻ്റെ വീട്ടിൽ വന്ന് പറയും, അച്ഛാ എനിക്ക് ഫസ്റ്റ് കിട്ടി. അച്ഛൻ എന്നോട് പറയും, എൻ്റെ മോനെ എന്ത് ഫസ്റ്റ്, ഈ ഫസ്റ്റിന്റെ അർത്ഥം എന്താ എന്ന് പറയുന്നത് പോലെ പല സമയത്തും ഈ തോറ്റ് കിടക്കുന്ന അനുഭവത്തിൽ പ്രശംസിക്കുക. ആരെ നോക്കി? അടുത്തുള്ളവനെ നോക്കി. ചില സൂപ്പർഫിഷ്യൽ ആയിട്ടുള്ള ചില കാര്യങ്ങൾ നോക്കി. എന്നാൽ യഥാർത്ഥത്തിൽ അവനും ഞാനും തമ്മിൽ ഒരു വ്യത്യാസവും ഇല്ല. അങ്ങനെ എല്ലാവരോടും അപ്പോഴാണ് പറയുന്നത്, ഇനി പാസ്സാകാനായിട്ട് ഓൾ പ്രൊമോഷൻ എന്ന് പറയുന്ന ഒരു പരിപാടി കൊണ്ടുണ്ടായിരുന്നു. എന്ന് പറഞ്ഞതുപോലെ ദൈവം പ്രഖ്യാപിക്കുകയാണ്, ഇതാ ആർക്കും പാസ്സാകാൻ കഴിയാത്ത ഈ സാഹചര്യത്തിൽ ക്രിസ്തു ഈ പ്രമാണം വെച്ച് രക്ഷിക്കപ്പെടാമെന്നുള്ള വിചാരത്തിന്റെ അവസാനമായിട്ട്, കാരണം ആർക്കും അത് ചെയ്യാൻ കഴിയാത്തത് കൊണ്ട് എല്ലാവരെയും തോറ്റതായിട്ട് പ്രഖ്യാപിക്കുകയും, ആ തോറ്റവരാണെന്ന് അംഗീകരിക്കുകയും ആ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് കടന്നു വരികയും ചെയ്യുന്നവർക്ക് സൗജന്യമായിട്ട് അവരെ പാസ്സാക്കുക. ഇനിയും പ്രവൃത്തി മുഖാന്തരം ദൈവസന്നിധിയിൽ നീതീകരിക്കപ്പെടുക എന്നുള്ളൊരു വ്യവസ്ഥ ദൈവത്തിന്റെ സന്നിധിയിൽ ഇല്ല. അത് ദൈവം നിർത്തിക്കളഞ്ഞു. അത് നമുക്ക് കാണാം 11-ാം അധ്യായത്തിന്റെ ഇപ്പൊ നമ്മൾ വായിക്കുന്ന ഭാഗത്തിന് തന്നെ 11-ാം അധ്യായം 32-ാം വാക്യത്തിൽ ദൈവം എല്ലാവരോടും കരുണ ചെയ്യേണ്ടതിന് എല്ലാവരെയും അനുസരണക്കേടിൽ അടച്ചു കളഞ്ഞു. ഒരു മാർക്ക് കിട്ടിയവനും 2 മാർക്ക് കിട്ടിയവനും കൊമ്പുയർത്തി ഇങ്ങനെ നിൽക്കുകയാണ്, ഞങ്ങൾ ശ്രേഷ്ഠരാണ്. അപ്പൊ അവരോട് പറയുക, എല്ലാരെയും തോറ്റതായിട്ടും ഫെയിൽ ചെയ്തതായിട്ടും പ്രഖ്യാപിച്ചു. എന്നിട്ട് പറയുകയാണ്, എന്നിട്ട് നിങ്ങളെല്ലാം സൗജന്യം, ആരൊക്കെ ഈ എക്സാം അറ്റംപ്റ്റ് ചെയ്തോ അവരെയൊക്കെ എക്സാം പാസ്സായതായിട്ട് ഇതാ പ്രഖ്യാപിക്കുകയാണ്. ഈ രക്ഷയ്ക്ക് വേണ്ടി ഈ ദൈവസന്നിധിയിൽ നീതീകരിക്കപ്പെടാനായിട്ട് ആരൊക്കെ ദൈവസന്നിധിയിലേക്ക് വരുന്നോ അവരെയൊക്കെ നീതീകരിക്കപ്പെട്ടതായിട്ട്, അവന്റെ പുത്രന്റെ രക്തത്തിൽ വിശ്വസിച്ച് ആ കാൽവരിയിലേക്ക് തങ്ങളുടെ കണ്ണുകളെ വിശ്വാസത്തോട് ഉയർത്തി നോക്കുന്ന ഏത് വ്യക്തിയെയും രക്ഷിക്കാൻ തക്കവണ്ണം. എനിക്കിത് പറയുമ്പം 100 നാക്ക് വരും. കാരണം ഇതാണ് ഏറ്റവും അധികം നമ്മൾ പറയേണ്ട ഒരു വിഷയം. സന്തോഷം വരികയാണ്. കർത്താവെ, ഏറ്റവും ഹൈലൈറ്റ് ചെയ്യപ്പെടേണ്ട വിഷയം ഇതാ, ഈ സൗജന്യമായ രക്ഷ. വിശ്വസിക്കുന്ന ഏവരും പ്രായശ്ചിത്തമാകുവാൻ ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. തുടർന്ന് അതിന്റെ എക്സ്പ്ലനേഷൻസ് നമുക്ക് കാണാൻ കഴിയുന്നത്, ഒരുപക്ഷെ യഹൂദൻ എന്തു പറയാം, ക്രിസ്തുവിനെ ഇറക്കണമെന്ന് വിചാരിച്ച് സ്വർഗത്തിൽ ആര് കയറുമെന്നോ, ക്രിസ്തുവിനെ മരിച്ചവരുടെ നിന്ന് കയറ്റണമെന്ന് വിചാരിച്ച് ആ പാതാളത്തിൽ ഇറങ്ങുമെന്നോ നിന്റെ ഹൃദയത്തിൽ പറയരുത്. കാരണം മനുഷ്യന്റെ എപ്പോഴും ഉള്ള ചോദ്യം എന്ന് പറയും, എന്ത് ചെയ്യണം? ഒന്നും ചെയ്യണ്ട എന്ന് പറഞ്ഞാൽ അവന് തൃപ്തി വരികയില്ല. അപ്പം എന്നാൽ പറയുകയാണ്, ആവർത്തന പുസ്തകം 30-ാം അധ്യായത്തിൽ പാസ്റ്റർ അത് പറഞ്ഞു കഴിഞ്ഞു. ആ വചനം കോട്ട് ചെയ്ത് പറയുകയാണ്, നിനക്ക് ഏറ്റു പറയേണ്ട വചനം അത് നിന്റെ വായിലും നിന്റെ ഹൃദയത്തിലും ഇരിക്കുകയാണ്. നീ എന്റെ ഹൃദയം നീ ഒന്ന് തുറന്നാൽ മതി. ആ വചനം നിന്റെ വായിലൊന്ന് നീ ഏറ്റു പറഞ്ഞാൽ മതി. നമുക്കറിയാമല്ലോ, ഈ വിശ്വാസവും ഏറ്റുപറച്ചിലും തമ്മിൽ ഒത്തിരി ബന്ധമുണ്ട്. ഹൃദയത്തിൽ ഉണ്ടാകുന്ന വിശ്വാസത്തിന്റെ ഒരു ബഹിർസ്ഫുരണമാണ് ഏറ്റുപറച്ചിൽ എന്ന് പറയുന്നത്. ഒരു വ്യക്തിക്ക് പൂർണ്ണമായിട്ട് വിശ്വസിക്കാതെ ഒരിക്കലും അത് ഏറ്റുപറയാനായിട്ട് കഴിയുന്നില്ല. ഹൃദയത്തിലുള്ള യേശു കർത്താവ് എന്റെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു എന്നൊരു വ്യക്തി സമ്പൂർണ്ണമായിട്ട് വിശ്വസിക്കുകയും അവന് പകരമായിട്ട് ക്രൂശിൽ യാഗമാക്കപ്പെട്ടു എന്ന് വിശ്വസിക്കുകയും ചെയ്യുമ്പോൾ അവന്റെ വായ കൊണ്ട് അത് അവന് ഏറ്റുപറയാനായിട്ട് കഴിയും. നമുക്കെല്ലാം അറിയുന്ന വാക്യമാണ് അവിടെ വായിക്കുന്നത്. യേശുവിനെ കർത്താവെന്ന് വായി കൊണ്ട് ഏറ്റുപറയുകയും
ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. ഹൃദയം കൊണ്ട് നീതിക്കായി വിശ്വസിക്കുകയും വായു കൊണ്ട് രക്ഷയ്ക്കായി ഏറ്റുപറയുകയും ചെയ്യേണ്ടി വരും. ഇത് ഒരു വിഷയത്തിലല്ല, നമ്മുടെ ആത്മരക്ഷയോടുള്ള വിഷയത്തിൽ മാത്രമല്ല, ദൈവത്തിൽ നിന്ന് നമ്മൾ എന്തെങ്കിലും നന്മ പ്രാപിക്കണമെന്ന് ആഗ്രഹിക്കുന്നെങ്കിൽ എല്ലാ വിഷയങ്ങളോടുള്ള ബന്ധത്തിലും വിശ്വസിക്കുകയും അത് ഏറ്റുപറയുകയും ചെയ്യും. നമ്മുടെ സൗഖ്യമാകട്ടെ, നമുക്ക് ദൈവത്തിൽ നിന്നുള്ള പല പ്രാർത്ഥനയ്ക്കുള്ള ഉത്തരമാകട്ടെ, പല വിഷയങ്ങളും അത് ഹൃദയത്തിൽ വിശ്വസിക്കുകയും വായ കൊണ്ട് ഏറ്റുപറയുന്നുള്ള ഒരു വിശ്വാസത്തിന്റെ അടിസ്ഥാന ഒരു രീതിയിലാണ് പല ആത്മീയ നന്മകളും നമുക്ക് നൽകപ്പെടുന്നത് എന്നും കൂടെ നമുക്ക് അവിടെ ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാകും. പ്രിയപ്പെട്ടവരെ, എനിക്ക് സത്യം പറഞ്ഞ ഈ അധ്യായം മുഴുവൻ വായിക്കണമെന്നായിരുന്നു എൻ്റെ താല്പര്യം. എന്നാൽ ഓൾറെഡി ഇപ്പം സമയം കുറച്ച് മുന്നോട്ട് പോയതുകൊണ്ട് ഞാൻ ഇനി അതിന് മുതിരുന്നില്ല. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവവചന ഭാഗമാണ്. നമ്മുടെ സ്വന്തം നീതി, അല്ലെങ്കിൽ നമ്മളായിരിക്കുന്ന സമൂഹങ്ങളിൽ നമ്മൾ ഒരുപക്ഷെ നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ പറയാൻ കഴിയുന്ന ഒരു മനുഷ്യന്റെ ബുദ്ധിയിൽ തോന്നാവുന്ന ഒരു രീതിയാണ്, ഞാൻ നല്ല കാര്യങ്ങളൊക്കെ ചെയ്യും, അങ്ങ് ദൈവത്തിന്റെ സന്നിധിയിലേക്ക് പോകും. എന്നാൽ കർത്താവെ, ഒരു നിലയിലും വീണ്ടെടുക്കപ്പെടാൻ കഴിയാത്ത ടോട്ടലി ലോസ്റ്റ് ആയിട്ടുള്ള ഒരു പാപിയാണ് ഞാനെന്നും, നിന്റെ നീതി കൂടാതെ എനിക്കത് സാധിക്കത്തില്ല എന്നും, നീ സൗജന്യമായിട്ട് ഒരു വ്യക്തിയെ നീതിമാനാക്കി പ്രഖ്യാപിക്കുന്ന നിന്റെ ആ രക്ഷയുടെ വഴിക്കായിട്ട് സ്തോത്രം. 4:5 നമ്മൾ വായിച്ചതുപോലെ, പ്രവർത്തിക്കാത്തവനെങ്കിലും അഭക്തനെ നീതീകരിക്കുന്നവനിൽ വിശ്വസിക്കുന്നവന് അവന്റെ ആ വിശ്വാസം നീതിയായി കണക്കിടുന്നു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. അബ്രഹാം വിശ്വാസത്താൽ പ്രവർത്തിയാൽ ആണോ നീതീകരിക്കപ്പെട്ടത്? അല്ല, വിശ്വാസത്താൽ അത്രേ എന്ന് പ്രഖ്യാപിക്കുന്ന സ്ഥലത്ത് നമ്മൾ വായിക്കുന്നു. ദൈവനാമത്തിൽ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഈ വിശ്വാസത്തിന്റെ വചനം ഇന്ന് പകൽക്കാലവും നമ്മുടെ ഹൃദയത്തിനടുത്തിരിക്കുന്നു. എന്നെ കേൾക്കുന്ന ആരെങ്കിലും അത് ഇന്ന് കേൾക്കുന്നുണ്ടെങ്കിൽ, യേശുവിനെ ഒരു പാരമ്പര്യമായിട്ട് ഞാനൊരു ക്രിസ്ത്യാനിയാണ്, ചെറുപ്പം തൊട്ടേ ബൈബിൾ വായിക്കുന്നു, പല കർമ്മങ്ങളിലും പങ്കെടുക്കുന്നു, അതുകൊണ്ട് ഞാൻ ക്രിസ്ത്യാനിയായിട്ട് ജനിച്ച ഒരു വ്യക്തിയാണെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ, ഞാനൊരു സത്യം നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ ക്രിസ്ത്യാനിയായിട്ട് ജനിക്കാൻ ആർക്കും പറ്റത്തില്ല. ജഡത്താൽ ജനിച്ചത് ജഡമാകുന്നു, ആത്മാവിനാൽ ജനിച്ചത് ആത്മാവാകുന്നു എന്ന് കർത്താവ് പറഞ്ഞു. നിങ്ങൾ ഈ ലോകത്തിൽ ജീവിക്കാൻ വേണ്ടി നിങ്ങളുടെ ശരീരത്തിൽ എക്സിസ്റ്റൻസിന് വേണ്ടി നിങ്ങൾ അമ്മയുടെ ഉദരത്തിൽ നിങ്ങൾ ജനിച്ചെന്നേ ഉള്ളൂ. എന്നാൽ ആത്മീയമായിട്ട് ജീവിക്കാനും ആത്മീയമായിട്ട് ദൈവത്തോടുള്ള കൂട്ടായ്മയിൽ കടന്നു വരാനും തീരേണ്ടതിന് നിങ്ങൾ വീണ്ടും ജനിച്ചില്ല എങ്കിൽ നിങ്ങൾ ദൈവരാജ്യം കാണുകയില്ല എന്ന് നിക്കോദിമോസിനോട് പറഞ്ഞ അതേ വാക്കുകൾ നിങ്ങളോട് ഇന്ന് പകൽക്കാലം ആവർത്തിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒരു നിമിഷമെടുത്ത് നിങ്ങളുടെ വായിലും നിങ്ങളുടെ ഹൃദയത്തിലും നിങ്ങളുടെ സമീപത്ത് തന്നെ ഇരിക്കുന്ന ഈ വിശ്വാസത്തിന്റെ വചനം ഏറ്റുപറഞ്ഞ്, എൻ്റെ കർത്താവേ, എൻ്റെ കണ്ണുകളെ കാൽവരിയിലേക്ക് ഞാൻ ഉയർത്തുന്നു. നീ അവിടെ പെടഞ്ഞ് എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, എന്നെ കൈവിട്ടതെന്ത് എന്ന് പെടഞ്ഞ് മരിച്ചത് കർത്താവേ ഈ എൻ്റെ പേർക്ക് വേണ്ടി ആയിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് ഞാൻ ഏറ്റുപറയുന്നു കർത്താവേ, അത് നിന്റെ സന്നിധി ഞാൻ ഏറ്റുപറയുന്നു കർത്താവേ എന്ന് നിങ്ങൾ ഏറ്റുപറയുമ്പോൾ തന്നെ ഈ വിശ്വാസത്താലുള്ള നീതി വളരെ ശക്തമായിട്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വ്യാപരിക്കുകയും ഇന്ന് വരെ നിങ്ങളെ ചുറ്റിവരിഞ്ഞ് മുറുക്കി നിങ്ങളെ അസമാധാനത്തിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരുന്ന ആ പാപം, കുറ്റബോധം എന്നുള്ള അനുഭവത്തിൽ നിന്ന് മാറിയിട്ട് നിന്റെ പാപങ്ങളെല്ലാം ക്ഷമിക്കപ്പെട്ടു, നീ ഇന്നൊരു പുതിയ സൃഷ്ടിയാണെന്നുള്ള ഉറപ്പ് നിങ്ങളുടെ ഹൃദയത്തിൽ അനുഭവിക്കാൻ കഴിയും എന്ന് ഞാൻ വീണ്ടും ആവർത്തിച്ച് ഈ പകൽക്കാലം പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. ഒരുപക്ഷെ നിങ്ങൾ ഈ കർമ്മങ്ങളും ബാക്കിയുള്ള കാര്യങ്ങളും ആചാരങ്ങളും ഒക്കെ ചെയ്തിട്ടും ഞാൻ ഈ പറയുന്ന ഒരു അനുഭവത്തിലേക്ക് നിങ്ങൾ കടന്നു വരുന്നില്ല എങ്കിൽ നിങ്ങളുടെ ജീവിതം തന്നെ ഒരു വ്യർത്ഥമായി പോകുന്ന അനുഭവത്തിലേക്ക് നിങ്ങൾ ആയിത്തീരും. അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ, അങ്ങനെ ഇടവരാതിരിക്കട്ടെ. ഈ ദൈവത്തോടുകൂടി ഒരു പുതിയ ജീവിതം ആരംഭിക്കാൻ തക്കവണ്ണം പ്രവാചകന്മാരും ന്യായപ്രമാണവും സാക്ഷ്യം പറഞ്ഞ ഈ ഒരു ദൈവകൃപയെക്കുറിച്ച് അപ്പോസ്തലന്മാരും കർത്താവ് പറഞ്ഞു തുടങ്ങിയതും അപ്പോസ്തലന്മാരും അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും വീര്യപ്രവർത്തികളാലും പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ടും സാക്ഷി നിന്നതുമായിട്ടുള്ള ഇത്ര വലിയ രക്ഷ ഈ പകൽക്കാലം നിങ്ങളുടെ മുന്നിൽ പ്രസന്റ് ചെയ്യാനായിട്ട് എനിക്ക് സന്തോഷമുണ്ട്. ഒരു നിമിഷം എടുത്ത് ദൈവസന്നിധി പ്രാർത്ഥിക്കും. അതിനായിട്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കും.